അങ്ങനെയെങ്കിൽ നിന്റെ മേൽ ഇപ്പോഴുള്ള ഹല്ലേലൂയ പ്രയാസങ്ങൾ, ഹല്ലേലൂയ നിന്റെ ചിന്താകുലം, നിന്റെ ഭാരം, ഹല്ലേലൂയ അവിടെ കൊണ്ട് തീരുവാനല്ല ദൈവം നമ്മൾ പൗലോസ് പ്രാപിച്ചതുള്ള മേൽക്കുമേൽ ശക്തി, മേൽക്കുമേൽ ആ ശക്തി ഈ ദിവസങ്ങളിൽ പ്രാപിച്ചെടുക്കട്ടെ. പ്രാർത്ഥനയുടെ ശക്തി വർദ്ധിപ്പിക്കട്ടെ. ഹല്ലേലൂയ. ഉപവാസത്താൽ ഹല്ലേലൂയ സ്തോത്രം ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ കരയുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതികളെ പിടിച്ചടക്കുവാൻ തക്കവണ്ണം ഒരു എരിവ് നമ്മളിൽ വർദ്ധിപ്പാനിടയായി തീരട്ടെ. രാത്രികാലം ഉറങ്ങുവാനിടയായി. എന്നാൽ ഹല്ലേലൂയ അനേകം പേർക്ക് ആയുസ്സോട് ഈ ഭൂമിയിലായിരിക്കാൻ കഴിയാതെ വന്നപ്പോൾ ദൈവം നമുക്ക് ഒരു ദിനം കൂടെ ഒരു ആയുസ്സോടും ആരോഗ്യത്തോടും ശക്തിയോടും ബലത്തോടും കൂടെ തന്നതെങ്കിൽ ഓർത്ത് ഒന്ന് ദൈവത്തിന് സ്തുതിച്ചാട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി കൊടുത്തുകൊണ്ടിരിക്കാം. ഹല്ലേലൂയ. നമുക്ക് ചേർന്ന് ഹല്ലേലൂയ ചില ഗാനങ്ങൾ നമ്മൾ പാടാൻ പോവുകയാണ്. ഹല്ലേലൂയ സ്തോത്രത്തോടും കൂടെ സ്തുതിയോടും കൂടെ നമ്മുടെ ഹൃദയങ്ങളെ പൂർണ്ണമായി ദൈവസന്നിധിയിലേക്ക് ഒന്ന് സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പാടാം. ആമേൻ, ആമേൻ, ആമേൻ. അവൻ നല്ലവനല്ലോ. ഹല്ലേലൂയ. അവന് ദയ എന്നേക്കുമുള്ളതെന്ന് ഹല്ലേലൂയ സങ്കീർത്തനകാരൻ പറഞ്ഞ പോലെ നമ്മുടെ ഹൃദയത്തിലും ഹല്ലേലൂയ അവന് ദയയും ഹല്ലേലൂയ അവന്റെ നീതിയും ഹല്ലേലൂയ നമുക്കൊന്ന് പൂർണ്ണമായി നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമുക്കൊന്ന് കൊണ്ടുവരാമല്ലോ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ നീതിയിൽ ഹല്ലേലൂയ ദയയിൽ ഹല്ലേലൂയ വിശ്വസിക്കുന്നവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചുകൊണ്ടിരിക്കാം. ആമേൻ, ആമേൻ. അവൻ പരിശുദ്ധനായ കർത്താവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സകല നാമത്തിനും മേലായ നാമം നമ്മുടെ യേശുവിന്റെ നാമമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ നാമത്തെ സ്തുതിക്കാനായി ഹല്ലേലൂയ നമ്മൾ പകൽക്കാലം ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ആ നാമത്തെ ഹല്ലേലൂയ മഹത്വീകരിക്കാനാണ് നമ്മൾ ഈ പകൽക്കാലം കടന്നു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ നമുക്ക് ചേർന്ന് ചില ഗാനങ്ങൾ നമ്മൾ പാടുമ്പോൾ ഹല്ലേലൂയ ആ നാമത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് നമുക്ക് ചേർന്ന് പാടാം. പാപഭാരം ചുമന്നരാം ദൈവത്തിൻ കുഞ്ഞാടു നീ, സകലനാവും പാടുന്നു ദൈവം പരിശുദ്ധൻ. പാപഭാരം ചുമന്നരാം ദൈവത്തിൻ കുഞ്ഞാടു നീ, സകലനാവും പാടുന്നു ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. ചേർന്ന് പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. We praise you, Jesus. Hallelujah, hallelujah, hallelujah. We give you glory. Hallelujah, 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 hallelujah. We praise your holy name. Hallelujah, 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 hallelujah. We glorify your holy name. We praise you, Jesus. Hallelujah, 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 hallelujah. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ നിനക്ക് നന്ദി, 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 നന്ദി. We praise you, Jesus. We praise you, Jesus. Hallelujah, 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 hallelujah. Amen, 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 amen. Hallelujah, 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 hallelujah. Praise your holy name. We give you glory. We give you glory. Hallelujah, hallelujah. നമ്മുടെ കർത്താവ് ഹല്ലേലൂയ പരിശുദ്ധനായ ഒരു ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
നീതിമാനായ ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സകല ജരാചരങ്ങളെ ഹല്ലേലൂയ സൃഷ്ടിച്ച കർത്താവ് ഹല്ലേലൂയ ഇന്നീ പകൽക്കാലം നമ്മുടെ മധ്യത്തിൽ ഉണ്ടെന്ന് ഹല്ലേലൂയ എത്ര പേർക്ക് ഒരു ഉറപ്പോടുകൂടി പറയുവാൻ കഴിയും? ആമേൻ, ആമേൻ. അവന്റെ സാന്നിധ്യം എന്റെ മേലുണ്ട്. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. ആകാശഭൂമികൾക്കെല്ലാം അതിഹേതുവായവൻ നീയേ. ആകാശഭൂമികൾക്കെല്ലാം അതിഹേതുവായവൻ നീയേ. ആശ്രയം നിന്നീലായത് മുതലൻ അധികളകന്നു പരാം. ആശ്രയം നിന്നീലായത് മുതലൻ അധികളകന്നു പരാം. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. അതുകൊണ്ട് യേശുവെന്ന നാമമേ, യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. പാടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയതാം കൃപകളോടെ. പാടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയതാം കൃപകളോടെ. ഇന്നലെയും ഇന്നും എന്നും മാറായ യേശുവേ നാം പാടി പുകഴ്ത്താം. ഇന്നലെയും നമ്മുടെ യേശു മാറാത്തവനാണ്. ഹല്ലേലൂയ. എല്ലാ ഭൂമികളും മാറിപ്പോയാലും യേശുവിന്റെ നാമം മാറുകയില്ല. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. ഓ യേശുവെന്ന നാമമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. ചേർന്ന് പാടാം. യേശുവെന്ന നാമം, യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. 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 Praise your holy name. Oh, we praise your holy name. Amen. Hallelujah. 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 സ്തോത്രം. ഹല്ലേലൂയ. പ്രവാചകനായ ഏലിയാവിനെയും പിടിച്ചു കുലുക്കി. ഹല്ലേലൂയ. നിരാശയിലേക്ക് തള്ളുവന്നൊക്കെ വേണം, ഡിപ്രഷനിലേക്ക് തള്ളുവന്നൊക്കെ വേണം ഇടയാക്കിയ അതേ അവസ്ഥയാണ് ഹല്ലേലൂയ ചിന്താകുലം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അനേക അത്ഭുതങ്ങളൊക്കെയും ചെയ്തു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇസബേലിനെയും ആഹാബിനെയും ഹല്ലേലൂയ സകല ദുഷ്ടപ്രവാചകന്മാരൊക്കെയും കൊന്നൊടുക്കുവന്നൊക്കെ വേണം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. സർവ്വശക്തനായ യഹോവ ഏലിയാവിനെ ഉപയോഗിച്ചപ്പോൾ സ്തോത്രം. ഹല്ലേലൂയ. കേവലം ഒരു ഇസബേലിന്റെ ഹല്ലേലൂയ വെല്ലുവിളി ഹല്ലേലൂയ ആമേൻ പേടിച്ച് ഹല്ലേലൂയ നിരാശയിലേക്ക് ഡിപ്രഷനിലേക്ക് താഴുമ്പോൾ സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ അവിടെ താഴുവാൻ ഹല്ലേലൂയ യഹോവ സമ്മതിക്കാതെ ആമേൻ. ഹല്ലേലൂയ. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു കനലിന്മേൽ ചുട്ട അടയും ഹല്ലേലൂയ ഒരു തുരുത്തി വെള്ളം നിറച്ചു വെച്ച് ഹല്ലേലൂയ വീണ്ടും ഹല്ലേലൂയ അവനെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ പറയുന്നു ഹല്ലേലൂയ, എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ. ഹല്ലേലൂയ. ആമേൻ. നിന്റെ ഹല്ലേലൂയ നിന്റെ ചിന്താകുലം, നിന്റെ ഭാരം എത്ര വലുതായിക്കോട്ടെ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം സങ്കീർത്തനക്കാരനും ഹല്ലേലൂയ നിന്നോട് ഇങ്ങനെ പറയാനുണ്ട്. സ്തോത്രം.
സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ ചിന്താവനം അവന്റെ മേൽ ഇട്ടുകൊള്ളുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട്. ആമേൻ. നിന്റെ ഭാരം അവന് വിട്ടുകൊള്ളുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ദൂരയാത്ര ചെയ്യുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ഏലിയാവിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചപ്പോൾ ഹല്ലേലൂയ അവൻ 40 പകലും 40 രാവും ഹല്ലേലൂയ അവൻ തന്ന ആ ആഹാരത്തിന്റെ ശക്തിയാൽ മുന്നോട്ട് പോയപ്പോൾ വീണ്ടും ഹല്ലേലൂയ ഒരു ഗുഹയിൽ കയറി ഹല്ലേലൂയ അവന് വീണ്ടും ഹല്ലേലൂയ ഒളിക്കാൻ ഇടവന്നു. ഹല്ലേലൂയ അവിടെയും വിളിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ വീണ്ടും അവന് ദൂരയാത്ര ചെയ്യപ്പോൾ ഇടവന്നു. ഹല്ലേലൂയ ആ ദൂരയാത്രയുടെ അവസാനം എന്ന് പറയുന്നത് ഹല്ലേലൂയ വേറെ അഭിഷേകത്തിന്റെ ഹല്ലേലൂയ അവസാനമായിരുന്നു. അനേക രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്നതൊക്കെ ഹസായേലിനെയും ഹല്ലേലൂയ അത് കൂടാതെ അവസാനത്തേക്ക് വരുമ്പോൾ ഹല്ലേലൂയ ഏലീശയെയും ഹല്ലേലൂയ തന്റെ പുതുപ്പെട്ട് ഹല്ലേലൂയ അഭിഷേകം ചെയ്തിടുന്നു. ഹല്ലേലൂയ അങ്ങനെയെങ്കിൽ നിന്റെ മേൽ ഇപ്പോൾ ഉള്ള ഹല്ലേലൂയ പ്രയാസങ്ങൾ ഹല്ലേലൂയ നിന്റെ ചിന്താകുലം നിന്റെ ഭാരം ഹല്ലേലൂയ അവിടെ കൊണ്ട് തീരുവാനല്ല ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ ഇനിയും ഒരു ദൂരയാത്ര ചെയ്യുവാൻ നിങ്ങൾക്കുണ്ട്. ഹല്ലേലൂയ അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. സങ്കീർത്തനക്കാരൻ പകൽക്കാലം ഹല്ലേലൂയ നമ്മുടെ പറയാനുള്ളത് സ്തോത്രം. ഹല്ലേലൂയ നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. ഹല്ലേലൂയ അവൻ നിന്നെ പുലർത്തും. സ്തോത്രം. ഹല്ലേലൂയ ഒരു കാര്യം കൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഹല്ലേലൂയ നിന്റെ ഭാരം എവിടുന്ന് എടുത്തുകൊണ്ട് ഞാൻ എടുക്കുമെന്നല്ല പറഞ്ഞു. ഹല്ലേലൂയ നീ നിന്റെ ഭാരം യഹോവയിൽ വയ്ക്കുവാനാണ് ഹല്ലേലൂയ യഹോവ പറഞ്ഞു. ഹല്ലേലൂയ അങ്ങനെയെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഭാരം യഹോവയിൽ വെച്ചുകൊള്ളുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. സ്തോത്രം. അങ്ങനെ വെക്കുമ്പോൾ തീർച്ചയായും അവൻ നിന്നെ പുലർത്തും. സ്തോത്രം. നമ്മൾ ചെയ്യേണ്ട കാര്യമുണ്ട്, നമ്മൾ തന്നെ ചെയ്യേണ്ടതായ ആവശ്യമുണ്ട്. ഹല്ലേലൂയ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ തന്നെ ചെയ്യണം. അങ്ങനെയെങ്കിൽ അവൻ നമ്മളെ പുലർത്തും തക്കവണ്ണം ഇടവരും. അതുകൊണ്ട് പകൽക്കാലം സ്തോത്രം. ഹല്ലേലൂയ നിരാശയിൽ ഭാര്യങ്ങൾ ആരെങ്കിലും പകൽക്കാലമായിട്ടുണ്ടെങ്കിൽ ആമേൻ പകൽക്കാലം സങ്കീർത്തനക്കാരൻ പറയാൻ ഒരു കാര്യമുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ നിന്റെ ഭാരം യഹോവയിൽ വെച്ചുകൊള്ളാം. ആമേൻ. ഹല്ലേലൂയ അവൻ നിന്നെ പുലർത്തും. അനുഗ്രഹിക്കപ്പെട്ട നല്ല സഭായോഗത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ആമേൻ. നമ്മുടെ കർത്താവ് പുലർത്തുവാൻ ശക്തനാണ്, നടത്തുവാൻ ശക്തനാണ്, വഴി പറഞ്ഞു തരുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. നമ്മെക്കാൾ ഉപരിയായി നമ്മെ അറിയുന്ന ആ നല്ല കർത്താവ് നമ്മുടെ നാളുകളെ, നമ്മുടെ ഭാവിയെ, നമ്മുടെ തലമുറകളെ, നമ്മുടെ കുടുംബത്തെ അറിയുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ഭാരം വെച്ചുകൊണ്ടിരിക്കാനല്ല, ഭാരം ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ വെച്ചു കൊടുക്കുമ്പോൾ നമ്മെ ശക്തമായി പുലർത്തുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് പോൽക്കാലം ഇവിടെ ഉണ്ട്. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനത്തിനായി ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. Praise the Lord. Hallelujah. പെറ്റതല്ല മാറിപ്പോയാലും ഇറ്റു സ്നേഹം തന്നില്ലെങ്കിലും അറ്റുപോകയില്ല യേശുവിൻ്റെ സ്നേഹം, എൻ്റെ യേശു വാക്കു മാറാത്തോ. അറ്റുപോകയില്ല യേശുവിൻ്റെ സ്നേഹം, എൻ്റെ യേശു വാക്കു മാറാത്തോ. എൻ്റെ യേശു വാക്കു മാറാത്തോ, എൻ്റെ യേശു വാക്കു മാറാത്തോ. ഈ മൺമാറും പിന്മാറും മധ്യരെല്ലാം വാക്കു മാറും, എൻ്റെ യേശു വാക്കു മാറാത്തോ. ഈ മൺമാറും പിന്മാറും മധ്യരെല്ലാം വാക്കു മാറും, എൻ്റെ യേശു വാക്കു മാറാത്തോ. ഉള്ളം കയ്യിൽ എന്നെ വരച്ച് ഉള്ളിൽ ദിവ്യ ശാന്തി പകർന്നു. ഉള്ളം കയ്യിൽ എന്നെ വരച്ച് ഉള്ളിൽ ദിവ്യ ശാന്തി പകർന്നു. തൻ്റെ തൂവൽ കൊണ്ട് എന്നെ മറയ്ക്കുന്ന എൻ്റെ യേശു വാക്കു മാറാത്തോ. തൻ്റെ തൂവൽ കൊണ്ട് എന്നെ മറയ്ക്കുന്ന എൻ്റെ യേശു വാക്കു മാറാത്തോ. എൻ്റെ യേശു വാക്കു മാറാത്തോ, എൻ്റെ യേശു വാക്കു മാറാത്തോ. ഈ മൺമാറും പിന്മാറും മധ്യരെല്ലാം വാക്കു മാറും, എൻ്റെ യേശു വാക്കു മാറാത്തോ. ഈ മൺമാറും പിന്മാറും മധ്യരെല്ലാം വാക്കു മാറും, എൻ്റെ യേശു വാക്കു. കർത്താവിൻ്റെ ദാസൻ പ്രിയ സോൾ വർഗീസ് ബ്രദർ തുറന്നുള്ള നിമിഷങ്ങളിൽ കർത്താവിൻ്റെ വചനം നമ്മോട് ശുശ്രൂഷിക്കും. അതിനായി കർത്താവിൻ്റെ ദാസനെ ഹൃദയത്തിൽ നിന്ന് ക്ഷണിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഓവർ ടു യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. Glory to God. ആമേൻ. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ കർത്തൃപകൽക്കാലം കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ തക്കവണ്ണം വലിയവനായ ദൈവം
അടിയനെയും വിദേശത്ത് കൊണ്ടുവന്നത് ഓർത്ത് ദൈവത്തെ ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ കർത്താവിൻ്റെ ദാസനും കുടുംബത്തോടുമുള്ളതായ വന്ദനത്തെ ഇന്ന് പ്രഭാതകാലം അറിയിക്കുക. കടന്നു വന്ന നിമിഷം മുതൽ ഈ സമയം വരെയും ദൈവ സാന്നിധ്യത്തിൻ്റെ മറവിൽ നാം ഏവരും ആയിരിക്കുകയായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ പാട്ടുകളെ പാടി ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നമ്മുടെ ഏവരുടെയും അധരങ്ങളെ ഇന്ന് പകൽക്കാലം ബലപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഏറെ ഭയത്തോടുകൂടി നാം ദൈവസന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരണം. ആരുടെ മുമ്പിൽ ആയിരിക്കുന്നു എന്നുള്ളതായ ആ വലിയ ബോധ്യം നമ്മുടെ ഉള്ളത്തെ ഭരിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കപ്പെട്ടതായ സങ്കീർത്തനത്തിൽ കൂടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായിത്തീർന്നു. പ്രിയ സഹോദരൻ സങ്കീർത്തനത്തിൽ കൂടി പറഞ്ഞതായ ഒരു പദം ഹൃദയത്തെ വല്ലാതെ ടച്ച് ചെയ്യിപ്പാൻ തക്കവണ്ണം വീണ്ടും ഇടയായി. നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവേൻ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനത്തിൽ കൂടി ദൈവമക്കളോടായി വ്യക്തമായി സംസാരിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ആരെങ്കിലും ഭാരത്താൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, വേദനയാൽ നിങ്ങൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ സകല ചിന്തകളെയും നിങ്ങളുടെ ആകുലതകളെയും പൂർത്തീകരിപ്പാൻ തക്കവണ്ണം കഴിവുള്ള സാന്നിധ്യം ഇന്ന് പകൽക്കാലം മധ്യേ ഉണ്ട് എന്നുള്ളതായ ആ വലിയ ബോധ്യമുള്ള ദൈവമക്കൾ അധരങ്ങളെ ഒരിക്കൽ കൂടി തുറന്ന് കരങ്ങളെ ഉയർത്തി ദൈവത്തിന് നന്ദി കരയറ്റുവാൻ തക്കവണ്ണം ഇടയായിത്തീരട്ടെ. പ്രൈസ് ഗോഡ്. ഒരിക്കൽ കൂടി പ്രത്യേകാൽ ഈ സഭയിലേക്ക് ക്ഷണിച്ചതായ കർത്താവിൻ്റെ ദാസനോടും കുടുംബത്തോടും പ്രിയ സഭയോടുമുള്ളതായ നന്ദിയെയും വന്ദനത്തെയും പ്രഭാതകാലത്ത് അറിയിക്കുന്നു. പ്രൈസ് ഗോഡ്. പ്രിയ സങ്കീർത്തനത്തിൽ കൂടി കർത്താവിൻ്റെ ദാസൻ പ്രസ്താവിച്ചപ്പോൾ ഒരു പദം പറയുവാനിടയായി, നിങ്ങളുടെ സകല ചിന്താകുലവും. ഞാനിത് പ്രഭാതത്തെങ്കിൽ എഴുന്നേറ്റപ്പോൾ ദൈവസന്നിധിയിൽ ദൈവത്തോട് ചോദിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. കർത്താവെ, ഓസ്ട്രേലിയയിലുള്ളതായ ബ്രിസ്ബെയിൻ സഭയിൽ കടന്നു വരുമ്പോൾ എന്താണ് പറയേണ്ടതെന്ന് ദൈവത്തോട് ചോദിച്ചപ്പോൾ കർത്താവ് എനിക്ക് തന്നതായ തിരുവചന വേദഭാഗത്തിൽ ആ ഒരു പദം കൂടി ഉണ്ടായിരുന്നു. 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ചിന്താകുല അല്ലെങ്കിൽ തൻ്റെ ഉത്കണ്ഠയെക്കുറിച്ച് പറയുന്ന ഒരു വാക്യമുണ്ട്. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിലേക്ക് ഒന്ന് വന്നേ. പ്രൈസ് ഗോഡ്. അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുകയാണ്, അസാധാരണ സംഭവങ്ങൾ എനിക്ക് സംഭവിച്ചത് കൂടാതെ സകല സഭകളെയും കുറിച്ചുള്ളതായ ഒരു ചിന്താഭാരം, പ്രൈസ് ഗോഡ്, തൻ്റെ ഹൃദയത്തിലുണ്ട് എന്ന് പൗലോസ് പറയുന്നതായ ഒരു പദം. ദൈവത്തിൻ്റെ വിശ്വസ്തയോർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുക, സ്തോത്രം ചെയ്യുക. സകല സഭകളെയും കുറിച്ചുള്ളതായ ഉത്കണ്ഠ, പ്രൈസ് ഗോഡ്. പൗലോസിന്റെ ഹൃദയത്തിൽ ആ കടന്നു വന്നതായ ചിന്ത നമ്മുടെ ഹൃദയത്തിലും കടന്നു വരുവാൻ തക്കവണ്ണം പകൽക്കാലം ഇടയായിത്തീരട്ടെ. സകല സഭകളെയും കുറിച്ചുള്ളതായ തൻ്റെ ചിന്താഭാരം, പ്രൈസ് ഗോഡ്. പ്രിയ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ആ ചിന്താഭാരത്തിൻ്റെ അർത്ഥം നാം ഒന്ന് മനസ്സിലാക്കണം. നമ്മുടെ ഈ ദേശത്ത് കടന്നു വന്ന് നാം വെറുതെ ഇരിപ്പാനല്ല സ്വർഗത്തിലെ ദൈവം നമ്മെ കൂട്ടി വരുത്തിയിരിക്കുന്നത്. ഈ ദേശത്തിൻ്റെ നടുവിൽ കർത്താവ് നമ്മെ കൂട്ടി വരുത്തിയിരിക്കുമ്പോൾ ഈ ദേശത്തെക്കുറിച്ചുള്ള ചിന്താഭാരം നമ്മുടെ ഹൃദയത്തിൽ വേണം. ഈ ദേശത്തുള്ളതായ ഓരോ ജനത്തെക്കുറിച്ചും നമ്മൾ പ്രത്യേകം നോക്കുമ്പോൾ മലയാളി സമൂഹത്തെ മാത്രമേ നമ്മൾ ചിന്തിക്കത്തുള്ളൂ. എന്നാൽ മലയാളി സമൂഹത്തെ മാത്രമല്ല നാം ചിന്തിക്കേണ്ടത്, മറ്റ് ഇതര ഭാഷകളിലുള്ളതായ മറ്റ് സമൂഹത്തിലുള്ളതായ വ്യക്തിത്വങ്ങളെ കുറിച്ചുള്ളതായ ഒരു ചിന്താഭാരം നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. ഇവിടെ പോൾ പറയുകയാണ്, അപ്പോസ്തലനായ പൗലോസ് എന്താണ് തൻ്റെ വറി, ആരെക്കുറിച്ചുള്ളതാണ് തൻ്റെ ചിന്ത? സഭകളെ കുറിച്ചുള്ളതായ ചിന്ത. അതിന് 25 മുതലുള്ളതായ വാക്കുകൾ ഓരോന്നും നാം പരിശോധിക്കുമ്പോൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു. 3 പ്രാവശ്യം താൻ ദണ്ഡുകളാൽ അടിക്കപ്പെട്ടു, കല്ലെറിയപ്പെട്ടു, 3 പ്രാവശ്യം കപ്പൽ ഛേദത്തിൽപ്പെട്ടു. അങ്ങനെ വ്യത്യസ്തങ്ങളായ ജീവിത അനുഭവങ്ങളിൽ കൂടി എല്ലാം താൻ കടന്നു പോകുന്നത് പൗലോസ് ഇവിടെ പറയുന്നുണ്ട്. പ്രൈസ് ഗോഡ്. സകല സഭകൾക്കും വേണ്ടി തൻ്റെ ചിന്താകുലത്തിന് മുൻപായി താൻ പറയുന്നതായ ഓരോ വാക്കുകൾ വ്യക്തിപരമായി നമ്മുടെ ജീവിതവുമായി കോറിലേറ്റ് ചെയ്ത് പഠിച്ചാൽ നാം കടന്നുപോയതായ ഓരോ വഴികളെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ഗോഡ്. അതിന് 23-ാം വാക്യത്തിൽ പറയുന്നു, താൻ അധികം അധ്വാനിച്ചു. പ്രൈസ് ഗോഡ്. താൻ അധികം ആർക്ക് വേണ്ടി അധ്വാനിച്ചത്? തനിക്ക് വേണ്ടിയിട്ടല്ല താൻ അധ്വാനിച്ചത്, കർത്താവിൻ്റെ വേലയ്ക്കായി, സുവിശേഷത്തിനായി താൻ അധികം അധ്വാനിപ്പാൻ തക്കവണ്ണം താൻ തൻ്റെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. പ്രൈസ് ഗോഡ്.
ഞാൻ വേഗത്തിൽ ഈ വചനത്തിലേക്ക് കടപ്പാൻ തക്കവണ്ണം ആഗ്രഹിച്ചതിന്റെ കാരണം നമ്മുടെ മുമ്പിലുള്ളതായ ചുരുങ്ങിയ സമയം നാം ദൈവത്തിന് കൊടുപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരണം. ദൈവവചനം കേൾപ്പാൻ ഇടയായിത്തീരണം. കർത്താവിന്റെ ദാസൻ എന്നെ കുറിച്ച് ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. പ്രൈസ് ഗോഡ്. എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള മറ്റാരെ കുറിച്ചുമല്ല ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ളത്. വിളിച്ചവനായ, വേർതിരിച്ചവനായ, കരുതുന്നവനായ ദൈവത്തെക്കുറിച്ച് മാത്രമാണ് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാനായിട്ടുള്ളൂ. പ്രൈസ് ഗോഡ്. പൗലോസ് ഇവിടെ പറയുക, തന്റെ ജീവിതത്തിൽ താൻ അധികം അധ്വാനിച്ചു, കർത്താവിന് വേണ്ടി താൻ അധികം അധ്വാനിച്ചു. പ്രൈസ് ഗോഡ്. തന്റെ ശുശ്രൂഷയ്ക്ക്, കർത്താവ് തന്നെ ഫലമേൽപ്പിച്ചതായ ശുശ്രൂഷയ്ക്ക് ഭംഗം വരാതിരിക്കുവാൻ വേണ്ടി തനിക്ക് കിട്ടിയതായ സമയം മുഴുവൻ താൻ വേഗത്തിൽ ഓടി തീർക്കുവാൻ തക്കവണ്ണം താൻ വെമ്പലുള്ളവനായി തീർന്നു. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയത്തിൽ ആ വെമ്പലുണ്ടോ? നമ്മെ വിളിച്ചതായ, നമ്മെ വേർതിരിച്ചതായ കർത്താവിന് വേണ്ടി ഓടി തീർക്കുവാനുള്ളതായ ഒരു വെമ്പൽ, ഒരു ഓട്ടം തികച്ചുവാനുള്ളതായ ഒരു ആകുലത, ഒരു താല്പര്യം നമ്മുടെ ഹൃദയത്തിലുണ്ടോ? പ്രൈസ് ഗോഡ്. സ്തോത്രം. പൗലോസ് പറയാ, അധിക പ്രാവശ്യം ഞാൻ അധ്വാനിച്ചു. ആ അധിക പ്രാവശ്യം താൻ അധ്വാനിച്ചെങ്കിലും അധിക പ്രാവശ്യം താൻ എവിടെയായി കിടന്നു? താൻ തടവിലായി. പ്രൈസ് ഗോഡ്. സ്തോത്രം. ഹല്ലേലൂയ. അധ്വാനത്തിന്റെ ഇടയിൽ തനിക്ക് അധിക പ്രാവശ്യം കഷ്ടം അനുഭവിക്കേണ്ടതായിട്ട് കടന്നു വന്നു. പ്രൈസ് ഗോഡ്. 24-ാമത്തെ വാക്കിലേക്ക് വരുമ്പോൾ താൻ പറയുന്നുണ്ട്, എന്താ പറയുന്നത്? യഹൂദന്മാരുടെ കരങ്ങളിൽ ഒന്ന് കുറച്ച് 40 അടി 5 തവണ തനിക്ക് ലഭിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നതായ ഒരു പ്രത്യേകതയാണ്. കുറ്റം ചെയ്ത ആവർത്തന പുസ്തകത്തിലേക്ക് ഒന്ന് കടന്നു വന്നാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 25-ാം അധ്യായം, ആവർത്തന പുസ്തകം 25-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ളതായ വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, യഹൂദ പാരമ്പര്യം അനുസരിച്ച് കുറ്റം ചെയ്താൽ, അനീതി ചെയ്താൽ, ഒന്ന് വായിച്ചാട്ട വാക്യം. ആവർത്തന പുസ്തകം 25-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ളതായ വാക്യങ്ങൾ. Praise God. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ പറഞ്ഞിരിക്കുകയാണ്, കുറ്റം ചെയ്തവനെ നിലത്ത് കിടത്തി, സ്തോത്രം, അവന് എന്ത് ചെയ്യണം? 40 അടി അവന് കൊടുക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. അപ്പോ കർത്താവിന് വേണ്ടി അധികം അധ്വാനിക്കാൻ ഓടിയതായ പൗലോസിന്റെ ജീവിതത്തിൽ അവൻ എന്തനുഭവിക്കേണ്ടതായിട്ട് വന്നു? 40 അടി. അത് എത്ര പ്രാവശ്യം അവന് അനുഭവിച്ചത്? അവിടെ 5 വട്ടം. അപ്പൊ എത്രയായി? 200 അടി. 200 അടി കർത്താവിന് വേണ്ടി കൊണ്ട് നമ്മളായിരുന്നെങ്കിലോ ആ സെക്കൻഡ് പണി തീർത്തിയേനെ. കർത്താവേ, ഇതിനായിട്ടായിരുന്നോ നീ എന്നെ വിളിച്ചത്? ഈ അടി കൊള്ളാൻ വേണ്ടിയിട്ടായിരുന്നോ നീ എന്നെ വേർതിരിച്ചെന്നുള്ളതായ ഒരു ചോദ്യം കർത്താവിന്റെ മുഖത്ത് നോക്കി ചോദിച്ചിട്ട് അന്ന് നമ്മൾ വേദപുസ്തകം താഴ്ത്തി വെച്ച് ഓടിയേനെ. പ്രൈസ് ഗോഡ്. എന്നാൽ തന്നിൽ കത്തിയതായ ഈ എരിവ്, തന്നിൽ വ്യാപരിച്ചതായ ദൈവിക നിറവിന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് താൻ പറയുക, ഈ കഷ്ടതയിലും എന്നെ തികയുള്ളവനാക്കി തീർക്കുന്നതായ ഒരു ആത്മശക്തി ഇന്ന് പകൽക്കാലം നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ആ ആത്മസാന്നിധ്യത്തിന്റെ അനുഭവത്തിൽ നാം നിറയുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. ആ ആത്മ അനുഭവം നമ്മെ ദേശത്തേക്ക് കൊണ്ടുപോകുവാൻ, അനേക ഇടങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അനേകരെ തീച്ചൂളയിൽ നിന്ന് വലിച്ചെടുപ്പാനുള്ളതായ കൃപ ഇന്ന് പകൽക്കാലം ചുരുക്കമേ നമ്മുള്ളെങ്കിലും ആ കൃപ നാം പ്രാപിച്ചിട്ടേ ആലയത്തിൽ നിന്ന് പകൽക്കാലം മടങ്ങാവുള്ളൂ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. യഹൂദന്മാർ ഒന്ന് കുറയാതെ 40 അടി താൻ 5 വട്ടം കൊള്ളുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ഗോഡ്. അത് വീണ്ടും അടുത്ത വാക്കിലേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്, 3 പ്രാവശ്യം താൻ ദണ്ഡുകളാൽ അടി കൊണ്ടു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ പുസ്തകം ഇങ്ങനെ പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു, ദണ്ഡുകളാൽ ആ കാലഘട്ടത്തിൽ റോമാക്കാർ ചെയ്തിരുന്നതായ അടിയുടെ എങ്ങനെയായിരുന്നു അറിയാമോ? സ്തോത്രം. അവർ വസ്ത്രം ഊരി കളഞ്ഞിട്ട് പച്ച മനുഷ്യനാക്കി നിർത്തിയിട്ട് ഉരുക്ക് കമ്പികളാൽ ശരീരത്തിൽ ആഞ്ഞടിക്കുക. പ്രൈസ് ഗോഡ്. 3 വട്ടം. പ്രൈസ് ഗോഡ്. പൗലോസ് പറയുക, 3 വട്ടം ഉരുക്ക് ദണ്ഡുകളാൽ എൻ്റെ ശരീരം അവർ വേദനപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. 3 പ്രാവശ്യം ദണ്ഡുകളാൽ താൻ അടിക്കപ്പെട്ടു. ഒരിക്കൽ താൻ കല്ലേറിൽപ്പെട്ടു. പ്രൈസ് ഗോഡ്. അത് മാത്രമല്ല, എൻ്റെ വംശത്താലുള്ളതായ ആപത്തുകൾ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ സഹോദരൻ സങ്കീർത്തനത്തിൽ കൂടി പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു, സ്വന്തം ജനത്താൽ, സ്വന്തം പ്രിയപ്പെട്ടവരാലുള്ളതായ തനിക്കേറ്റതായ ആ വേദന. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽക്കാലം പറയട്ടെ, പ്രൈസ് ഗോഡ്, നമ്മോട് ചേർന്നിരിക്കുന്നവരായിരിക്കും ഒരു പക്ഷേ നമ്മെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്. പ്രൈസ് ഗോഡ്.
ഹല്ലേലൂയ. നാം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവരായിരിക്കും നമ്മെ ഏറ്റവും കൂടുതൽ മുറിപ്പെടുത്തുന്നത്. പ്രൈസ് ഗോഡ്. എന്നാൽ പൗലോസ് ഇവിടെ പറയുക, എൻ്റെ വംശത്താലുള്ളതായ ആപത്തുകൾ, അവരുടെ വാക്കുകളൊന്നും ജാതികളാലുള്ളതായ ആപത്തുകളൊന്നും എന്നെ എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതിൻ്റെ ഒന്നിലും നടുവിലും താൻ പരാജിതനായി പോകുവാൻ, അതിൻ്റെ ഒന്നിൻ്റെ നടുവിലും താൻ ദൈവത്തെ തള്ളി പറയുവാൻ, ദൈവത്തിനെതിരെ പിറുപിറുക്കുവാൻ തക്കവണ്ണം താൻ ഒരിക്കലും തൻ്റെ അധരത്തെ താൻ ഉപയോഗിച്ചില്ല. എൻ്റെ വംശത്താലുള്ളതായ ആപത്തുകൾ, ജാതികളുള്ളതായ ആപത്തുകൾ, ഒത്തിരിയേറെ വിശദീകരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. പ്രൈസ് ഗോഡ്. സ്തോത്രം. സമയം ഹല്ലേലൂയ നമ്മുടെ മുമ്പിൽ കർത്താവിന്റെ ദാസൻ മുൻപേ ഹല്ലേലൂയ എന്നോട് പറഞ്ഞിരുന്നു 11 മണിക്ക് നമ്മുടെ ആരാധന അവസാനിപ്പിടും. എങ്കിലും ചുരുക്ക വാക്കുകളിൽ തന്നെ വേഗത്തിൽ പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുക. എൻ്റെ വംശത്താലുള്ളത് ആപത്തുകളും, ജാതികളായ ആപത്തുകളും, പട്ടണത്തിലെ ആപത്തുകളും, മരുഭൂമിയിലെ ആപത്തുകളും, കടലിലെ ആപത്തുകളും, കള്ള സഹോദരന്മാരുള്ളതായ ആപത്തുകളും ഒന്നും തന്നെ പ്രൈസ് ഗോഡ് സ്തോത്രം ഹല്ലേലൂയ പരാജയനാക്കി തീർത്തില്ല. എന്നാൽ അതിന്റെ നടുവിലും തന്റെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നതായ ഒരു ദീപമുണ്ട്, തന്റെ ഉള്ളിൽ കത്തിക്കൊണ്ടതായ ഒരു എരിവുണ്ട്. എന്താ? സകല സഭകളുടെയും അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടുള്ളതായ ഒരു ഓട്ടം ഓടി തികപ്പാനുള്ളതായ ഒരു വെമ്പൽ. പ്രൈസ് ഗോഡ്. പൗലോസ് ഇത് പറയുമ്പോൾ അതിൻ്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വായിച്ചതായ തിരുവചനത്തിൽ 2 കൊരിന്ത്യർ അതിൻ്റെ 3-ാം വാക്യത്തിലേക്ക് വായിക്കുമ്പോൾ പൗലോസിന്റെ ആ ആകുലതയുടെ ഒരു കാര്യം ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ സർപ്പം തന്റെ ഹവ്വയെ കൗശലത്താൽ വഞ്ചിച്ചതുപോലെ പ്രൈസ് ഗോഡ് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹവ്വയെ സർപ്പം ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ ഹൃദയത്തെ വഞ്ചിപ്പാൻ ഇടയാകുമെന്നുള്ളതായ ആ ഒരു ചിന്ത തന്നെ വല്ലാതെ ഭാരപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരുക. പ്രൈസ് ഗോഡ്. പ്രിയ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം നാം തിരിച്ചറിയട്ടെ. പ്രൈസ് ഗോഡ്. കഴിയുമെങ്കിൽ വൃതകന്മാരെ കൂടി തെറ്റിക്കുവാൻ വേണ്ടി ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതായ പിശാചുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആ പിശാചിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുവാൻ തക്കവണ്ണം ദൈവജനമായ നമുക്ക് ഏവർക്കും ഈ ദിവസങ്ങളിൽ കഴിയണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആ പിശാചിന്റെ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അനേക ആത്മാക്കൾ ഇതിന് ചുറ്റുവട്ടത്തുണ്ട്. പ്രൈസ് ഗോഡ്. അവരെ ഒന്ന് പിശാചിന്റെ ചങ്ങലയിൽ നിന്നും ഒന്ന് വിടുവിക്കുവാനുള്ളതായ ഒരു താല്പര്യം നമ്മൾക്ക് ഉണ്ടാകണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഒരാത്മാവിന്റെ വില, ഒരാത്മാവിന്റെ വിലയെക്കുറിച്ചുള്ളതായ ഒരു ബോധ്യം നമ്മുടെ ഉള്ളത്തിൽ ഇന്ന് പകൽക്കാലം കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരട്ടെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ആ ഒരു എരിവ് നമ്മളിൽ വർദ്ധിക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വെറുതെ ഹല്ലേലൂയ സ്തോത്രം ജീവിപ്പാനല്ല കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തത്. അവന്റെ വചനത്തെ, അവന്റെ സദ്വർത്തമാനത്തെ ലോകത്ത് അറിയിപ്പാൻ ആ സ്വർഗം നമ്മെ തിരഞ്ഞെടുത്തത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സ്വർഗത്തിന് നമ്മെ ഓരോരുത്തരെയും കുറിച്ചും വലിയ ഒരു ഉദ്ദേശമുണ്ട്. നാം ഓരോ വ്യക്തികളെയും കുറിച്ച് സ്വർഗത്തിന് വലിയ ഒരു ഉദ്ദേശമുണ്ട്. പ്രൈസ് ഗോഡ്. ആ ഉദ്ദേശത്തെ ഈ ദിവസങ്ങളിൽ നാം തിരിച്ചറിയണം. വെറും പറമ്പിൽ എറിയപ്പെട്ടിരുന്ന വെറും കൊള്ളികളായിരുന്നു നമ്മൾ. പ്രൈസ് ഗോഡ്. ആർക്കും വേണ്ടാതെ ശൂന്യമായി കിടന്ന ഒരു പാഴ് വസ്തുവായിരുന്നു നമ്മെ. എന്നാൽ സ്വന്തം പുത്രന്റെ രക്തത്തിൽ കൂടി നമ്മെ വിലയ്ക്ക് വാങ്ങുവാൻ വേണ്ടി സ്വന്തം പുത്രന്റെ രക്തം കൊടുത്ത് അവൻ നമ്മെ ഹല്ലേലൂയ വിലയ്ക്ക് വാങ്ങി എന്നുള്ള വലിയ ബോധ്യം ഇന്ന് പകൽക്കാലം നമ്മൾ വ്യാപരിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരട്ടെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പൗലോസ് പറയുക, സർപ്പം തൻ കൗശലത്താൽ ഹവ്വയെ വഞ്ചിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ഹല്ലേലൂയ സ്തോത്രം, നിങ്ങളുടെ നിർമ്മലത സകലതും ദുഷിക്കപ്പെടുമോ എന്നുള്ളതായ തൻ്റെ ആകുലത. പ്രൈസ് ഗോഡ്. ഞാൻ ഈ തിരുവചന വേദഭാഗം ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഈ ദിവസങ്ങളിൽ ദൈവമക്കളായ നമ്മുടെ ഏവരുടെയും ഹൃദയത്തിൽ ഈ ഒരു വലിയ ചിന്ത കടന്നു വരണം. പ്രൈസ് ഗോഡ് സ്തോത്രം. അത് നമ്മൾ പരസ്പരം ആ ചിന്ത കടന്നു വരണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇത് പറയുമ്പോൾ നമുക്ക് ചിന്തിപ്പാനായിട്ട് ഇത് കർത്താവിൻ്റെ ദാസന്മാർക്ക് വേണ്ടി അല്ലെങ്കിൽ ശുശ്രൂഷിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതെന്ന് നമ്മൾ പലപ്പോഴും പറയുന്നവരാ. പ്രൈസ് ഗോഡ്. നമ്മളെല്ലാം ആരാ? നമ്മൾ രാജകീയ പുരോഹിത വർഗങ്ങളാ, കർത്താവിന്റെ ശുശ്രൂഷക്കാരെ നാം ഓരോരുത്തരും. പ്രൈസ് ഗോഡ്. നമ്മെ വിളിച്ചു വേർതിരിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മുടെ അധരത്തിന്മേൽ അവനൊരു പുതിയ പാട്ട് തന്നിട്ടുണ്ട്. സുവിശേഷത്തിന്റെ പാട്ട് അവൻ നമ്മുടെ അധരത്തിന്മേൽ ഇട്ട് തന്നിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. സുവിശേഷത്തിന്റെ തീ അവൻ നമ്മുടെ ഹൃദയത്തിൽ അവൻ ഇട്ട് തന്നിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ആ എരിവ്
വർദ്ധിപ്പാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സംഭവങ്ങൾ ഉള്ളതായ ഒരു വാക്യം, സകല സഭകളെയും കുറിച്ചുള്ളതായ ഒരു ഉത്കണ്ഠാപൂർണമായ ഒരു കരുതൽ പൗലോസിന്റെ ഹൃദയത്തിൽ കത്തുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഞാൻ പൗലോസിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. പൗലോസ് ആരായിരുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടറിയാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ താൻ ഏത് വ്യക്തിയായിരുന്നു, ഏത് സ്വഭാവക്കാരനായിരുന്നു, ഏത് തരത്തിൽ ജീവിച്ചവനായിരുന്നു എന്നെല്ലാം വ്യക്തതയോടുകൂടി അവിടെ ഇറങ്ങി പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. എന്നാൽ ഒരു വലിയ പ്രകാശം തൻ്റെ പേര് വെളിപ്പെട്ടപ്പോൾ, ഒരു സ്വർഗീയ തേജസ് തൻ്റെ ഹൃദയത്തിലേക്ക് ഒന്ന് കടക്കുവാൻ തക്കവണ്ണം ഇടയായി തരുന്നപ്പോൾ തൻ്റെ വാക്കുകൾക്ക് മാറ്റം വന്നു, തൻ്റെ സ്വഭാവ രീതിക്ക് മാറ്റം വന്നു, തൻ്റെ വസ്ത്രധാരണത്തിന് മാറ്റം വന്നു, തൻ്റെ നടപ്പിന് മാറ്റം വന്നു, തൻ്റെ ഭക്ഷണ രീതിക്ക് മാറ്റം വന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സകലതും അത് ക്രിസ്തുവിനോട് ചേർന്നുള്ളതായ, ക്രിസ്തുവിനോട് അനുരൂപപ്പെട്ടുള്ളതായ ഒരു ജീവിതമായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പ്രൈസ് ഗോഡ്. തന്നെ ഈ രൂപാന്തരത്തിലേക്ക് വരുത്തിയതായ ക്രിസ്തുവിനെ അറിയിക്കുക എന്നുള്ളതായ ആ വലിയ ഉത്തരവാദിത്വ ബോധ്യം, വലിയ എരിവ് തന്റെ ഹൃദയത്തെ വീണ്ടും 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 പ്രചോദിതനാക്കി ഓടിക്കുവാൻ തക്കവണ്ണം ഇടയായി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നതായ ഒരേ ഒരു ചിന്ത എന്ന് പറയുന്ന നമ്മളെ കുറിച്ചുള്ളതായ ദൈവത്തിന്റെ എരിവ്, നമ്മെ കുറിച്ചുള്ളതായ ദൈവത്തിന്റെ താല്പര്യത്തെ നാം ഈ ദിവസങ്ങളിൽ തിരിച്ചറിയണം. പ്രൈസ് ഗോഡ്. ദൈവഹിതം എന്ന് അറിഞ്ഞുകൊണ്ട് ഓടുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായി തീരണം. പൗലോസ് പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ, നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, കിരീടം. പ്രൈസ് ഗോഡ്. അത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാ? പൗലോസിന് വേണ്ടി മാത്രമുള്ളതാണോ കിരീടം? അല്ല. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന നാം ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ളതാ കിരീടം. പ്രൈസ് ഗോഡ്. കർത്താവ് കിരീടം തരുവാൻ വേണ്ടി അവൻ കാത്തിരിക്കുക. പ്രൈസ് ഗോഡ്. അവൻ വീണ്ടും വരുമെന്ന് നാം പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ടോ? പ്രൈസ് ഗോഡ്. വിശ്വസിക്കുന്നുണ്ടോ? അവൻ വരും. എന്തിനു വേണ്ടി വരും? നമ്മെ ചേർത്തുകൊള്ളുവാൻ വേണ്ടി അവൻ വീണ്ടും വരും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അവൻ വീണ്ടും വരുന്നവനായ ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും വിളിക്കുക. എൻ്റെ വചനത്തെ അറിയിപ്പാൻ നിനക്ക് താല്പര്യമുണ്ടോ? എൻ്റെ സത്വർത്തമാനത്തെ, എൻ്റെ സുവിശേഷത്തെ ഈ ദേശത്ത് അറിയിക്കുവാൻ, നമ്മെ ആക്കിയിരിക്കുന്ന ഈ ദേശത്ത്, നമ്മെ ആക്കിയിരിക്കുന്ന ഈ ജോലിമുഖത്ത്, നമ്മെ ആക്കിയിരിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ കർത്താവിനെ കുറിച്ച് പറയുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായി തീരണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കറുത്തവനെന്നോ വെളുത്തവനെന്നോ യാതൊരു ഭേദഭേദങ്ങളും കൂടാതെ സ്വർഗത്തിലെ ദൈവത്തെ അറിയിപ്പാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. പ്രൈസ് ഗോഡ്. ഞാൻ വിശ്വാസത്തോടെ ഇന്ന് പകൽക്കാലം പറയുക, വരും ദിവസങ്ങളിൽ ഹല്ലേലൂയ ഇരിക്കാൻ സ്ഥലം കൂടാതെ വണ്ണം ആലയത്തെ പരിപോഷിപ്പിക്കാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവത്തിന് പ്ലാനും പദ്ധതിയുമുണ്ട്. പ്രൈസ് ഗോഡ്. അതിന് ഒരുക്കമുള്ള ഒരു ആത്മാവിനെ സ്വർഗം ഇന്ന് പകൽക്കാലം അന്വേഷിക്കുക. പ്രൈസ് ഗോഡ്. കർത്താവിനായി ഇറങ്ങി പുറപ്പെടുവാൻ, കർത്താവിന്റെ സുവിശേഷത്തെ അറിയിപ്പാൻ ഞാൻ പൂർണ്ണമായി സമർപ്പിക്കുന്നു എന്ന് പറയുവാൻ തക്കവണ്ണമുള്ളതായ ഒരു സമർപ്പണം ഇന്ന് പകൽക്കാലം ഒന്ന് ഹല്ലേലൂയ ദൈവം മുമ്പാകെ പറയാമോ? സ്തോത്രം. റബ ശെഖേനദ റബനത റബ റബ അധോറ ഖേനദ റബ ശെഖേനദ റബ റബ ശെനദ റബ അധോറ ബബ ശെഖേനദ റബ അന്തരെ ദീവൽ പൗഡ ശരബ് ജനാദ ഘടകത ചേനബര കസ്തരം ജനാദ റിഖേനദ റബ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം വിടുതലുകൾ സംഭവിക്കട്ടെ ദൈവമേ. ഹല്ലേലൂയ. റബ ശെഖേനദ റബ. ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ തക്കവണ്ണം, പ്രൈസ് ഗോഡ്, ദൈവമഹത്വം വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. റഖനെ ദീപൽ ഷഡം ജനാദ ഘടകത യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം സഭയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. പ്രൈസ് ഗോഡ്. ഇവരുടെ മേൽ കത്തിയതായ പ്രകാശം എന്ന് പകൽക്കാലം ഇവരുടെ മേൽ സ്വർഗമെന്ന് പകർന്നതായ ജീവന്റെ വെളിച്ചം എന്ന് കത്തുവാൻ തക്കവണ്ണം ആത്മാവിൻ്റെതായ വലിയ ഒരു നിറവ് ഇവരുടെ മേൽ ഇത് വ്യാപരിപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ. റബ ബബ ശെഖേനദ റബ റോയ്ഖേനദ റബ റബ ശെഖേനദ റബ റോധാന റബ ബബ ശെഖേനദ റബ രിശാദ റബ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. നല്ല ഒരു ഇടയൻ. പ്രൈസ് ഗോഡ്. പൗലോസിനെ ഞാൻ എൻ്റെ കർത്താവിനോട് സാമ്യപ്പെടുത്തി പറയുക. പ്രൈസ് ഗോഡ്. അവനൊരു നല്ലൊരു ഇടയനാണ്. ആത്മാക്കൾക്ക് വേണ്ടി ഒരു എരിവുള്ളവനാ. പ്രൈസ് ഗോഡ്. ആത്മാക്കളെ തീച്ചുളയിൽ നിന്ന് വലിച്ചെടുപ്പാൻ തക്കവണ്ണം, നേർപാതയിൽ നടത്തുവാൻ തക്കവണ്ണം വലിയ താല്പര്യത്തോടെ ഓടുന്ന ഒരുവനാ പൗലോസ്. പ്രൈസ് ഗോഡ്. സ്തോത്രം. എൻ്റെ കർത്താവ് പറഞ്ഞു, എന്താ പറഞ്ഞത്? സ്തോത്രം. ഞാൻ ആരെന്ന് പറഞ്ഞത്? നല്ല ഇടയനാകുന്നു എന്നാ പറഞ്ഞത്. പ്രൈസ് ഗോഡ്. നല്ല ഇടയന്റെ പ്രത്യേകത എന്താ? നല്ല ഇടയൻ ആടുകളെ എങ്ങോട്ടേക്ക് നയിക്കുന്നത്?
പ്രൈസ് ഗോഡ്. അവൻ പച്ചപ്പുൽ മേടുകളിലേക്ക് ഓരോ ദിവസവും നടത്തുന്ന ഒരു ദൈവമാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. തന്റെ ആട്ടിൻകൂട്ടത്തെ കുറിച്ച് വലിയൊരു കരുതലുള്ളവനാ, നല്ലൊരു ഇടയൻ. പ്രൈസ് ഗോഡ്. പൗലോസിന്റെ ഉള്ളിൽ ആ ഒരു എരിവായിരുന്നു കർത്താവ് കൊടുത്തത്. പ്രൈസ് ഗോഡ്. തന്റെ ആടുകളെ മേയ്പ്പാനുള്ളതായ ഒരു എരിവ്. പ്രൈസ് ഗോഡ്. ആടുകളെ കണ്ടെത്തുവാനുള്ളതായ ഒരു എരിവ് പൗലോസിന്റെ ഉള്ളിലേക്ക് കർത്താവ് കൊടുത്തത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പണ്ട് പൗലോസിന് ഒരു എരിവുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടുള്ള എരിവ? കർത്താവിന്റെ നാമത്തിൽ ആര് ഉച്ചരിക്കുന്നു അവനെ കൊല്ലുവാനായിട്ടുള്ളതായ ഒരു എരിവ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നാൽ വെളിപ്പെട്ട തേജസ് അവനെ മാറ്റുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. വെളിപ്പെട്ട തേജസ് അവനെ രൂപാന്തരപ്പെടുത്തുവാൻ ഇടയായിത്തീർന്നു. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽക്കാലം ആ ഒരു രൂപാന്തരം നമ്മൾ സംഭവിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരട്ടെ. ആ രൂപാന്തരത്തിന്റെ ആത്മാവ് നമ്മെ വഴിനടത്തുവാൻ ഇടയായിത്തീരട്ടെ. പ്രൈസ് ഗോഡ്, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല ഇടയൻ എപ്പോഴും ആടുകളുടെ വളർച്ചയെ നോക്കുന്നവനായിരിക്കും. പ്രൈസ് ഗോഡ്. ആടുകളുടെ ആരോഗ്യത്തെ അവൻ അന്വേഷിക്കുന്നവനായിരിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നമ്മൾക്ക് ആ ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ കൂട്ടു സഹോദരരുടെ ആരോഗ്യം നോക്കുവാൻ, അവരുടെ ആത്മീക വളർച്ചയെ നോക്കുവാനുള്ളതായ ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. പ്രൈസ് ഗോഡ്. നാം കൂടി വരുമ്പോൾ, അവരോട് കൂടെ ഇരിക്കുമ്പോൾ, പ്രൈസ് ഗോഡ്, നമുക്ക് പറയുവാനായിട്ടുള്ളത് ലോകകാര്യങ്ങളെല്ലാം നമ്മുടെ കർത്താവിനെ കുറിച്ച്, നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ളതായ ചിന്തകളായിരിക്കണം നമ്മൾ വ്യാപരിപ്പാൻ തക്കവണ്ണം ഇവിടെ ആയിത്തീരേണ്ടത്. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഇബ്രായലേഖനം 13-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, നിത്യജീവന്റെ രക്തത്താൽ അവൻ ആടുകളുടെ മഹാ ഇടയനായ ക്രിസ്തു, ഹല്ലേലൂയ, സ്തോത്രം, നമ്മെ വീണ്ടെടുപ്പാൻ തക്കവണ്ണം ഇടയായി. പ്രൈസ് ഗോഡ്. ആ ക്രിസ്തു അവൻ വീണ്ടും വരുന്നു കിരീടം തരുവാൻ വേണ്ടി. പ്രൈസ് ഗോഡ്. കിരീടം അണിയിപ്പാൻ വേണ്ടി അവൻ വീണ്ടും വരുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ഈ പൗലോസിനെ കുറിച്ച് വേഗത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് എന്താ പറയുന്നത്, വേഗത്തിൽ അങ്ങ് പറഞ്ഞു പോവുക. അടുത്ത വാക്കിലേക്ക് വരുമ്പോൾ പൗലോസ് പറയും തന്റെ ചിന്താകുലം എന്തെന്ന് പറയുന്നറിയുമോ? പ്രൈസ് ഗോഡ്. 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 4-ാമത്തെ വാക്കിൽ പറയുന്നുണ്ട്, ഒരുവൻ വന്നിട്ട് ഞങ്ങൾ പ്രസംഗിച്ചിട്ടല്ലാത്ത ക്രിസ്തുവിനെ കുറിച്ച് തന്റെ ഉള്ളിൽ വല്ലാത്തൊരു ഭാരമാണ്. സ്തോത്രം. ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് കഴിഞ്ഞ ദിവസം ഞാൻ വല്ലാതെ ഭാരപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഞാൻ പേര് പറയുന്നില്ല. ബാംഗ്ലൂരിൽ ഒരു പുതിയ സഭ ആരംഭിച്ചിട്ടുണ്ട്. ഒരു പക്ഷെ നിങ്ങൾ യൂട്യൂബിൽ കണ്ടു കാണാൻ സാധ്യതയുണ്ട്. പ്രൈസ് ഗോഡ്. അവിടെ നടന്നതായ ഓരോ സംഭവങ്ങളും ഞാൻ കണ്ടപ്പോൾ എന്റെ ഹൃദയത്തിൽ വല്ലാതെ ഭാരമുണ്ടായി. ഒരു നാൾ അവർ വളരെ കത്തി നിന്നു, എന്നാൽ കർത്താവ് അവരെ ഒതുക്കി വെച്ചു. എന്നാൽ ഈ കാലഘട്ടത്തിൽ അവർ വീണ്ടും കർത്താവിനെ വെല്ലുവിളിച്ചുകൊണ്ട് അവർ വീണ്ടും ഉണർന്നു വരുന്നതായ ഒരവസ്ഥ. അതുതന്നെ ദൈവത്തിന്റെ വചനത്തിൽ അന്ത്യ കാലഘട്ടത്തിൽ എന്റെ പേർ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേർ വരും. കള്ളക്രിസ്തുക്കൾ, കർത്താവിന്റെ നാമത്തെ ഉയർത്തുന്ന അനേകർ കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആ കാലഘട്ടത്തിൽ ഇതുണ്ടായിരുന്നു. പൗലോസിന്റെ ഉള്ളിൽ ആ ഒരു ഭാരം അവിടെ പറഞ്ഞിരിക്കുന്ന, ഞങ്ങൾ പ്രസംഗിച്ചിട്ടല്ലാത്തതായ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ എല്ലാം അവർ ചെയ്ത് കാണിച്ചു കൂട്ടും. അവരിൽ വ്യാപരിക്കുന്ന ആത്മാവേതെന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം കഴിയണമെങ്കിൽ നമ്മൾ ആരുണ്ടായിരിക്കണം? പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നുവെങ്കിൽ അവരിൽ വ്യാപരിക്കുന്ന ആത്മാവേദന തിരിച്ചറിയുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായിത്തരും. പൗലോസിന്റെ ഉള്ളിൽ വല്ലാത്തൊരു ഭാരമത. ഞങ്ങൾ പ്രസംഗിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ കുറിച്ച് മറ്റൊരുവനും വന്ന് പറഞ്ഞു പോയാൽ നിങ്ങൾ തെറ്റിപ്പോകുമോ എന്നുള്ളതായ വലിയൊരു ഭാരം. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. വഴിതെറ്റിക്കുന്നതായ അനേകർ ഇന്ന് ഈ കാലഘട്ടത്തിലുണ്ട്. ദൈവജനം തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മാവിൽ വിവേചിപ്പാൻ തക്കവണ്ണം കഴിയുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. പൗലോസിന്റെ ചിന്താകുലം, സഭകൾക്ക് വേണ്ടിയിട്ടുള്ളതായ ഒരു ഉത്കണ്ഠ, നഷ്ടപ്പെട്ടു പോകുന്നതായ ആടുകളെ കുറിച്ചുള്ളതായ ഒരു ഭാരം നമ്മുടെ ഉള്ളിലും ഈ ദിവസങ്ങളിൽ വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ. നമുക്ക് കിട്ടുന്നതായ സമയങ്ങൾ, നമുക്ക് കിട്ടുന്നതായ ഹല്ലേലൂയ മണിക്കൂറുകൾ, ഞാനിപ്പോ പറഞ്ഞു പ്രിയ സഹോദരി, എന്നെ കുറിച്ച് സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഞങ്ങൾ ഈ ദേശത്തേക്ക് കടന്നു വന്നത് ഒരു വെക്കേഷനോട് അനുബന്ധിച്ചാണെങ്കിലും എൻ്റെ ഉള്ളിൽ ഒരു എരിവുണ്ടായിരുന്നു. ഏത് ദേശത്ത് കടന്നു പോയാലും, എവിടെ കടന്നു പോയാലും കർത്താവിനെ കുറിച്ച് ഒരു വാക്കെങ്കിലും പറയുവാൻ കഴിയണം. പ്രൈസ് ഗോഡ്, സ്തോത്രം.
കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വലിയ ഒരു സമാധാനം, ഒരു സന്തോഷം, അത് മറ്റ് ഒരു ടൂറ് പോയാലോ അല്ലെങ്കിൽ മറ്റൊരു കാര്യാദികൾക്ക് പോയാലോ നമുക്ക് ലഭിക്കത്തില്ല. എന്നാൽ കർത്താവിനെ കുറിച്ച് ഒരു വാക്ക് പറയുമ്പോൾ നിറയുന്നതായ ആ ഒരു ആത്മീക സമാധാനം അത് ലോകം തരുന്നത് പോലെയല്ല. അവൻ നിറയ്ക്കുന്ന ആത്മീക സന്തോഷം, ആ ഒരു എരിവ് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും കത്തുവാനിടയായിത്തീരും. ആ ഒരു താല്പര്യം ഈ ദിവസങ്ങളിൽ നമ്മൾ വർദ്ധിപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ. പ്രൈസ് ഗോഡ്, സ്തോത്രം. ഞാൻ കർത്താവിനായി പോകും, കർത്താവിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കുമെന്നുള്ളതായ ഒരു തീരുമാനം ഇന്ന് പകൽക്കാലം നമുക്ക് എടുക്കുവാനായിട്ട് കഴിയുമോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എവിടെയായിരുന്നാലും, ഏത് മേഖലകൾ ഞാൻ ആയിരുന്നാലും യാതൊരു ലജ്ജയും കൂടാതെ, പ്രൈസ് ഗോഡ്, അപമാനം സഹിച്ചവനെ, പ്രൈസ് ഗോഡ്, യാതൊരു പാപവുമില്ലാത്തവൻ എനിക്ക് വേണ്ടി അവൻ കുരിശിലേറുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എൻ്റെ പാപത്തെ മുഴുവൻ അവൻ തൻ്റെ ചുമലിലേറ്റി. എൻ്റെ നിന്ദകളെ, എൻ്റെ അപമാനത്തെ, എൻ്റെ രോഗത്തെ, എൻ്റെ സകലവിധമായിട്ടുള്ളതായ പാപചിന്തകളെയും അവൻ കഴുകി. അവൻ്റെ ശുദ്ധീകരണം എൻ്റെ മേൽ വന്നതിനാൽ ദൈവമേ, നിനക്ക് വേണ്ടി ഞാൻ ഇറങ്ങി പുറപ്പെടുവാൻ ഞാൻ പൂർണ്ണമായി വില്ലിങ് ആകുമെന്ന് പറയുവാൻ ഇന്ന് പകൽക്കാലം ഇടയായി തീരുമോ? ആ വലിയൊരു തീ നമ്മളിൽ കത്തട്ടെ എന്ന് പകൽക്കാലം. പ്രൈസ് ഗോഡ്, സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കൊണ്ട് കഴിയുമോ എന്നല്ല, എന്നെ കൊണ്ട് പറ്റുമെന്ന് നമ്മൾ പറയണം. പ്രൈസ് ഗോഡ്, സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് എന്ത് തരും? എൻ്റെ ആത്മാവിന് ഞാൻ നിങ്ങൾക്ക് പകർന്നു തന്നിട്ടുണ്ട്. പ്രൈസ് ഗോഡ്, സ്തോത്രം. ഹല്ലേലൂയ. ആ പകർന്നു തന്നതായ നിറവ് കത്തിക്കുക എന്നുള്ളതായ ഉത്തരവാദിത്വം നമ്മുടേതാണ്. പ്രൈസ് ഗോഡ്. ആ ദിവസങ്ങളിൽ നമ്മൾ കത്തിക്കട്ടെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ ഒരു വ്യക്തിയോടെങ്കിലും ഞാൻ സുവിശേഷം അറിയിക്കും. പ്രൈസ് ഗോഡ്. ഒരു വ്യക്തിയോടെങ്കിലും ഞാൻ എൻ്റെ കർത്താവിനെ കുറിച്ച് പറയും. ഈ നാഥനെ ഞാൻ അവരിലേക്ക് പകരുമെന്നുള്ളതായ തീരുമാനം ഈ ദിവസങ്ങളിൽ നമുക്ക് എടുക്കാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെതായ ആ നിറവ് അധികം എന്നിൽ വർദ്ധിപ്പാൻ തക്കവണ്ണം ഇടയാകണമേ. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദേശത്താലുള്ളതായ ആപത്തുകൾ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ സഹോദരന്മാരിൽ തനിക്ക് നേരിട്ടതായ ആ കഷ്ടം പൗലോസ് ഇവിടെ പറയുന്നുണ്ട്. ആ പൗലോസ് ആ കഷ്ടം ഏൽക്കാൻ കാരണം എന്തെന്നറിയുമോ? അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകം 9-ാം അധ്യായം 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അതിന്റെ ഉത്തരം അതിൻ്റെ അകത്തുണ്ട്, വ്യക്തമായിട്ടുണ്ട്. ഒന്ന് വായിച്ചു. അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകം 9-ാം പ്രൈസ് ഗോഡ്, സ്തോത്രം. സഹോദരന്മാരുടെ ഇടയിൽ നിന്നും തനിക്ക് ഇത്രമാത്രം കഷ്ടമേൽക്കുവാനുള്ള ഒറ്റ കാരണമേ ഉള്ളൂ. മേൽക്കുമേൽ ശക്തി പ്രാപിച്ച് യഹൂദന്മാരുടെ ഇടയിൽ കടന്നു എന്ന് കർത്താവായ യേശുവാണ് ഏക രക്ഷിതാവ് എന്ന് അവൻ പറയുവാനായിട്ട് തുടങ്ങിയതാണ് അവന് ഉണ്ടായിട്ടുള്ളതായ കഷ്ടതകൾക്ക് മുഴുവൻ കാരണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പൊ ഒരു കാര്യം മുന്നമേ അറിഞ്ഞുകൊള്ളുക, കർത്താവായ യേശുവിനെ കുറിച്ച് പറയുവാൻ ഇറങ്ങി പുറപ്പെട്ടാൽ ഈ പറഞ്ഞതായ കഷ്ടങ്ങൾ മുഴുവൻ ജീവിതത്തിൽ കടന്നു വരും. പ്രൈസ് ഗോഡ്, സ്തോത്രം. എല്ലാ കഷ്ടതകളും ജീവിതത്തിൽ കടന്നു വരും. എന്നാൽ പൗലോസ് പ്രാപിച്ചതുപോലെ മേൽക്കുമേൽ ശക്തി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. മേൽക്കുമേൽ ആ ശക്തി ഈ ദിവസങ്ങളിൽ പ്രാപിച്ചെടുക്കട്ടെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ ശക്തി വർദ്ധിപ്പിക്കട്ടെ. ഹല്ലേലൂയ. ഉപവാസത്താൽ, ഹല്ലേലൂയ, സ്തോത്രം, ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ കരയുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ, പ്രൈസ് ഗോഡ്, ഈ ജാതികളെ പിടിച്ചടക്കുവാൻ തക്കവണ്ണം പ്രൈസ് ഗോഡ് ഒരു എരിവ് നമ്മളിൽ വർദ്ധിപ്പാനിടയായി തീരട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്നതായ ഒരേ ഒരു ചിന്തയെ ഇന്ന് പകൽക്കാലം ഉണ്ടായിരുന്നുള്ളൂ. പൗലോസിന്റെ ഹൃദയത്തിൽ വന്നതായ ആ ഒരു എരിവ്, സകല സഭകളെയും കുറിച്ചുള്ളതായിട്ടുള്ളതായ എരിവ്,
നഷ്ടപ്പെട്ടു പോകുന്ന ആടുകളെ കുറിച്ചുള്ളതായ, ആത്മാക്കളെ കുറിച്ചുള്ളതായ ഒരു എരിവ് നമ്മളിലും ഇന്ന് പകൽക്കാലം സ്വർഗം ഇട്ട് തന്നിരിക്കുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആ എരിവ് നമ്മൾ ഇന്ന് ആരംഭിക്കട്ടെ. പ്രൈസ് ഗോഡ്, സ്തോത്രം. ഇന്ന് മുതൽ ഒരു പുതിയ തുടക്കം നമ്മൾ ആരംഭിക്കട്ടെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒരു പുതിയ തീരുമാനം നാം ദൈവസന്നിധിയിൽ എടുക്കട്ടെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അല്പകാലമേ എൻ്റെ മുമ്പിൽ ഉള്ളുവെങ്കിലും ഞാനത് ഓടിത്തികയ്ക്കും, നല്ല പോർ ഞാൻ പൊരുതും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ തീരുമാനമെടുക്കുന്നു എന്ന് പറയാൻ താല്പര്യമുള്ളവർ ദൈവസന്നിധിയിൽ പകൽക്കാലം ഒന്ന് എഴുന്നേറ്റാട്ടെ. പ്രൈസ് ഗോഡ്, സ്തോത്രം, ഹല്ലേലൂയ. നാം ഒരുമിച്ച് ചേർന്നിരുന്ന് പകൽക്കാലം ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ പോവുക. റബബ ശിഖനദ റബ റബ ശിഖന അഥേനദ റബബ ശിഖനദ റബ 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 ശിഖനദ റബ റബ ശിഖനദ റോധന റബബ റബ ശിഖനദ റബ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഹല്ലേലൂയ. ഈ അനുഗ്രഹീത പ്രഭാതകാലം തന്നെ മക്കളെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, പൗലോസിന്റെ ഹൃദയത്തിൽ കർത്താവേ സർവ്വസഭകളെ കുറിച്ചുള്ളതായ കർത്താവേ എരിവ് കർത്താവെ വർദ്ധിപ്പിച്ചതുപോലെ ഇന്ന് പകൽക്കാലം തന്നെ ജനത്തിന് മേല് കർത്താവെ ആത്മാക്കളെ കുറിച്ചുള്ളതായ ദാഹം നീ പകരുന്നതിനാൽ നന്ദി പറയുന്നത് കർത്താവേ. കർത്താവേ, സ്തോത്രം. സ്ഥലം പോരാതെ വണ്ണം കർത്താവേ, ഹല്ലേലൂയ, മതിയാകോളം നിറയ്ക്കുവാൻ തക്കവണ്ണം കഴിവുള്ള ദൈവ സാന്നിധ്യം തന്റെ മക്കളിൽ മേലെ ഇന്ന് പകൽക്കാലം സ്വർഗം പകരുന്നതിനാൽ നന്ദി പറയുന്നത് കർത്താവേ. തന്റെ മക്കളെ തിരിക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, സ്തോത്രം. ഈ ദിവസങ്ങളിൽ ദൈവ പ്രവൃത്തി വെളിപ്പെടട്ടെ കർത്താവേ. ദേശത്ത് സഭ അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവേ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. കർത്താവേ, സഭ കർത്താവേ അനേകർക്ക് ആശ്വാസമായി തീരട്ടെ കർത്താവേ. അനേകരെ തീച്ചൂളയിൽ നിന്ന് വലിച്ചെടുക്കുന്ന അനേക ആത്മാക്കൾക്ക് കർത്താവേ രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കുന്ന ഒരു സഭയായി തീരട്ടെ കർത്താവേ. വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം, വിളിച്ചവന്റെ ഹാലയുടെ മഹിമയ്ക്ക് ഒത്തവണ്ണം ജീവിപ്പാൻ തക്കവണ്ണം തന്റെ ജനത്തെ ഇന്ന് പകൽക്കാലം കരങ്ങളിലേക്ക് ഏൽപ്പിച്ചടിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അവരിലേക്ക് പകർന്നതായ തീക്കായിട്ട് നന്ദി പറയുന്നത് കർത്താവേ. ആത്മശക്തിക്കായി നന്ദി പറയുന്നത് കർത്താവേ. സ്തോത്രം. മഹത്വത്തിന്റെ നാഥനെ നീ അവരെ മാനിച്ചതിനാൽ നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. യേശുവിൻ അൻപുള്ള നാമത്തിൽ സ്വർഗീയ നല്ല കർത്താവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ഗോഡ്. സമയം അനുവദിച്ചു തന്ന കർത്താവിന്റെ ദാസനോടും ദൈവസഭയോടുമുള്ളതായി നന്ദി അറിയിക്കുന്നു. കർത്താവ് വരുന്നു, വേഗം കരുതുന്നതിനായ കർത്താവിനെ എതിരേൽപ്പാൻ തക്കവണ്ണം ശുദ്ധമണവാട്ടിയായി നമുക്ക് ഏവർക്കും